നിത്യവഴുതനങ്ങ പറിക്കാൻ പോവാണ്. ദിസ് ഈസ് അവർ തോട്ടം. അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ വാഴ നേരെ മുറിച്ചിട്ടപ്പോൾ ആ കൊലയെല്ലാം കൂടെ അങ്ങോട്ട് വീഡിയോ കാണിച്ചേ. ഏറ്റവും മേലെ അവക്കാട മരത്തിന്റെ കൂടെ ഒരു കൊലയും നിത്യവഴുതനങ്ങ വെച്ചിട്ടുണ്ട്. ഗായ്സാണ് നിത്യവഴുതനങ്ങ പറിക്കുവാണ്. ഞങ്ങളുടെ നീളമുള്ള ഒരു ഓമയ്ക്കായിരുന്നു. നമുക്ക് തോട്ടി പോലെ ഒത്തത്തില്ല പറിക്കാൻ. അപ്പോൾ അപ്പച്ച അത് പകുതിക്ക് വെച്ച് അത് മുറിച്ചു. അപ്പം നമുക്കിപ്പോൾ കൈ കൊണ്ട് പറിക്കാൻ പറ്റുന്ന എത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഓമയ്ക്ക നിൽക്കുന്നത്. അടിപൊളി. എല്ലാവരുടെയും ഫേമസ് ആക്കുന്നത് ഗൈസ്. അപ്പോൾ മോൾ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ പറിക്കാൻ എത്തത്തില്ല. അപ്പോൾ നമുക്ക് തോട്ടിട്ട് നോക്കില്ല, ഫ്ലോപ്പ് ആയിട്ട്. ഹലോ ഗായ്സ്, ഇതാണ് ഞങ്ങളുടെ അത്തിമരം. ഇങ്ങനത്തെയൊക്കെ വീട്ടിലല്ലേ വീസ് വിടത്തുള്ളൂ. ഗായ്സ്, ഇതാണ് ഞങ്ങളുടെ അവക്കാട മരം. നമ്മുടെ ആൻറ്റി കൊണ്ട് വെച്ചാണ് ഈ അവക്കാട മരം. ഭയങ്കര ഫേമസ് ആണ്. അടുത്ത വർഷം ആകുമ്പോൾ ഇത് കായാകും. ഓമയ്ക്ക് പറിക്കുന്ന വീടെടുക്കും കേട്ടോ. അപ്പം നമ്മുടെ ഹൈറ്റ് പഴുത്ത് നിൽപ്പുണ്ട് കേട്ടോ. അമ്മയുണ്ട്, മൈ മാമി ഇഷ്ടം പോലെ. ഗായ്സ്, ഇവിടെ ഇഷ്ടം ചെയ്താണ്ട് ഈ നിൽക്കുന്ന സ്ഥലമൊക്കെ നിത്യവഴുതനങ്ങ ഉണ്ടായിരുന്നു. ഇന്നലെ വാഴ മുറിച്ചിട്ടപ്പം കൊലയുടെ കൂടെ താഴെ വീണ് ഇവിടുത്തെ കൂടാണ്, അതെല്ലാം പോയി. കണ്ടോ, ഇത്രയും നിത്യവഴുതനങ്ങ കിട്ടിയിട്ടുണ്ട്. ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ അപ്പച്ചൻ ഒരു വാഴ അതിനകത്ത് കൊല വിളഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ അതൊന്ന് കെട്ടി വെക്കാൻ പോവാണ്. ലെറ്റ്സ് ഗോ. ഖുഷിയാ ഞങ്ങളുടെ ഹോമിൽ ചെറിയ റൊട്ടീൻസ് ആണ്. നമ്മുടെ വടംവലി നടക്കുവാണ് ഇവിടെ. വടംവലി ജയിക്കുന്നവർക്ക് ഒരു കൊല സമ്മാനം. ഓക്കെ, അങ്ങനെ ചോദിക്കണേ. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ വരയ്ക്കാൻ വന്നു. അടക്കല്ലേ സ്റ്റോപ്പി. ആ കാണുന്ന വാഴ വേണ്ട. ആ വാഴ ഞങ്ങൾ വെട്ടിയിട്ടപ്പോഴാണ് ഇവിടെ എല്ലാം താഴെ വീണ് ഇവിടെ ഇതെല്ലാം നശിച്ചു. ഇവിടെ വെണ്ടയ്ക്കയും നിത്യവഴുതനങ്ങ എല്ലാം ഉണ്ടായിരുന്നു. പയറും തോട്ടവും എല്ലാം നശിച്ചു പോയി. നമുക്ക് റീഫാർമിങ് ചെയ്യണം.